കല്ലാർകുട്ടി ഡാമിന്റെ ക്യാച്ച്മെന്റ് ഏരിയയിലെ ഡിജിറ്റൽ സർവേ പൂർത്തിയായെങ്കിലും സർവേ ഉദ്യോഗസ്ഥരെ സ്ഥലം മാറ്റിയതുമൂലം പട്ടയ നടപടികൾ ഇഴയുന്നതായി കല്ലാർകുട്ടി പട്ടയാവകാശ സംരക്ഷണ വേദി. ഭൂപതിവ് ചട്ടം അടക്കമുള്ള മുടന്തൻ ന്യായങ്ങൾ നിരത്തി പട്ടയം നിഷേധിക്കുന്ന നിലപാടാണ് സർക്കാരും റവന്യൂ വകുപ്പും സ്വീകരിക്കുന്നതെന്നും ആക്ഷേപം. സംഭവത്തിൽ പ്രതിഷേധം ആരംഭിക്കുമെന്നും സമിതി ഭാരവാഹികൾ അറിയിച്ചു. കല്ലാർകുട്ടി ഡാമിന്റെ ക്യാച്ച്മെന്റ് ഏരിയയിലെ പട്ടയ നടപടികൾ പൂർത്തീകരിക്കുന്നതിന് വേണ്ടിയുള്ള ഡിജിറ്റൽ സർവേ ഏതാനും മാസങ്ങളായി നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു. വളരെ എളുപ്പത്തിൽ തന്നെ ഡിജിറ്റൽ സർവേ പൂർത്തീകരിക്കുകയുണ്ടായി. എന്നാൽ സർവേ ഉദ്യോഗസ്ഥരെ മറ്റു മേഖലകളിലെ ഡിജിറ്റൽ സർവേ പൂർത്തീകരിക്കുന്നതിന് സ്ഥലം മാറ്റിയത് മൂലം കല്ലാർകുട്ടിയിലെ സർവേ പൂർത്തീകരിച്ച സ്ഥലങ്ങളുടെ ഡിവിഷൻ നമ്പർ ഇടുന്നതിനും ബ്ലോക്കുകൾ തയ്യാറാക്കി ഡിവിഷൻ നമ്പറിട്ട് അപ്ലോഡ് ചെയ്യുന്നതിലും കാലതാമസം നേരിടുന്ന സ്ഥിതിയാണ്. ഇത് റവന്യൂ തലത്തിലുള്ള അലംഭാവമാണെന്ന് കല്ലാർകുട്ടി പട്ടയാവകാശ സംരക്ഷണ വേദി ആരോപിച്ചു. സർവേ ഉദ്യോഗസ്ഥരെ സ്ഥലം മാറ്റിയത് പട്ടയ നടപടികൾക്ക് മാന്ദ്യം ഉണ്ടാക്കുന്ന അവസ്ഥയിലെത്തിച്ചതായാണ് ആരോപണം. നിരവധി തവണ പരാതി നൽകിയതിന്റെ അടിസ്ഥാനത്തിൽ റവന്യൂ വകുപ്പിൽ നിന്നും ലഭിച്ച വിശദീകരണ കത്തിൽ പറയുന്നത് ഇങ്ങനെ: 1964 ഭൂപതിവ് ചട്ടം ഹൈക്കോടതിയിൽ ചോദ്യം ചെയ്യപ്പെട്ടത് മൂലം അതിന്റെ തീരുമാനം വന്നതിനു ശേഷമേ പട്ടയ നടപടികളിലേക്ക് കടക്കാനാവൂവെന്നും KSEBയുടെ NOC ലഭിച്ചതിനു ശേഷമേ സർവേ ചെയ്ത ഭൂമിയുടെ 3 ചെയിൻ അടക്കമുള്ള പരിധികൾ നിശ്ചയിച്ച് പട്ടയ നടപടികൾ പൂർത്തീകരിക്കാനാവുകയുള്ളൂവെന്നുമാണ് റവന്യൂ വകുപ്പിന്റെ വിശദീകരണ കത്തിൽ വ്യക്തമാക്കുന്നത്. ഇതൊക്കെ പട്ടയം നൽകാതിരിക്കുവാനുള്ള മുടന്തൻ ന്യായങ്ങളായി മാത്രമേ കല്ലാർകുട്ടിയിലെ കർഷകർക്ക് കാണാനാവുമെന്നും കല്ലാർകുട്ടി പട്ടയാവകാശ സംരക്ഷണ വേദി ആരോപിച്ചു. കാലഘട്ടങ്ങളിൽ സർവേ നടപടികൾ മാത്രമായി ആരോപണങ്ങൾ പോലെ ഒരു സർവേ നടപടികൾ മാത്രമായി അവശേഷിക്കുക എന്നുള്ള സംശയമുണ്ട്. സർവേ ഉദ്യോഗസ്ഥന്മാരെ സ്ഥലം മാറ്റിയത് ഈ പട്ടയ നടപടികൾക്ക് മാന്ദ്യം ഉണ്ടാകുന്ന ഒരു അവസ്ഥയുണ്ടായിട്ടുണ്ട്. അതുപോലെ റവന്യൂ ഡിപ്പാർട്ട്മെന്റിന്റെ വിശദീകരണ ലെറ്ററിൽ നിന്ന് ഞങ്ങൾ അയച്ച പരാതിയിൽ വിശദീകരണ ലെറ്റർ വന്നിട്ടുണ്ടായിരുന്നു. ആ വിശദീകരണ ലെറ്ററിൽ വന്നിട്ടുള്ള മറുപടി 1964 ഭൂപതിവ് ചട്ടം അത് ഹൈക്കോടതിയിൽ ചോദ്യം ചെയ്യപ്പെട്ടിട്ടുള്ളത് കൊണ്ട് അതും അതിൻ്റെ ഒരു ഫൈനൽ ജഡ്ജ്മെന്റ് വന്നതിന് ശേഷം മാത്രമാണ് പട്ടയ നടപടികൾ ആക്ഷൻ ഉണ്ടാകുകയുള്ളൂ എന്നും, അതുപോലെ KSE ബോർഡിൻ്റെ NOC അത് ലഭിക്കുന്നത് അതിലൊരു ഫൈനൽ തീരുമാനം ഉണ്ടായതിനു ശേഷം മാത്രമാണ് സർവേ ചെയ്തിരിക്കുന്ന ലാൻഡുകളുടെ 3 ചെയിൻ അല്ലെങ്കിൽ 7 ചെയിൻ എന്നുള്ള ആ ഒരു പരിധി നിശ്ചയിച്ച് പട്ടയ നടപടികൾ പൂർത്തീകരിക്കുകയുള്ളൂ എന്നുള്ള മറുപടിയും എല്ലാം റവന്യൂ ഡിപ്പാർട്ട്മെന്റിന്റെ വന്നിട്ടുണ്ട്. ഇതൊക്കെ പട്ടയം നൽകാതിരിക്കുവാൻ വേണ്ടിയിട്ടുള്ള മുടന്തൻ ന്യായങ്ങളായിട്ട് മാത്രമാണ് ഈ കല്ലാർകുട്ടിയിലെ കർഷകർക്ക് കാണുവാൻ കഴിയുകയുള്ളൂ. ഒരു കാരണവശാലും അംഗീകരിക്കാൻ കഴിയില്ല. കല്ലാർകുട്ടിയിലെ കർഷകരും മനുഷ്യരാണ്, ഞങ്ങളും ഈ നാട്ടിലെ തന്നെ പൗരന്മാരാണ്, അവകാശം ഞങ്ങൾക്കും വേണം എന്ന് കല്ലാർകുട്ടിയിലെ പട്ടയാവകാശ സംരക്ഷണ വേദി പറയുകയാണ്. ഇത് അംഗീകരിക്കാൻ തയ്യാറായില്ല എങ്കിൽ ശക്തമായ സമരപരിപാടികളുമായി ഞങ്ങൾ അവകാശങ്ങൾ നേടിയെടുക്കാൻ പൊതുവേദിയിലേക്ക് വരുമെന്ന് കൂടി ഓർമ്മപ്പെടുത്തട്ടെ. കാലാകാലങ്ങളായുള്ള കൃഷിക്കാരുടെ ആവശ്യമാണ് കല്ലാർകുട്ടി ഡാമിന്റെ ക്യാച്ച്മെന്റ് ഏരിയയിലുള്ളവർക്ക് പട്ടയം ലഭ്യമാക്കുക എന്നുള്ളത്. വിവിധയിടങ്ങളിൽ പട്ടയം ലഭ്യമാക്കുന്നതിന് കർഷകർ സമരത്തിലുമാണ്. ഇരട്ടിയാർ ഡാമിന്റെ ക്യാച്ച്മെന്റ് ഏരിയയിൽ പട്ടയം നൽകാൻ സർക്കാർ വലിയ തിടുക്കം കാട്ടിയതായും എന്നാൽ കല്ലാർകുട്ടി, പൊന്മുടി, ചെങ്കളം ഉൾപ്പെടെയുള്ള മേഖലകളിലെ കർഷകർക്ക് സർക്കാരിന്റെ ഭാഗത്തുനിന്നും റവന്യൂ വകുപ്പിന്റെ ഭാഗത്തുനിന്നും വലിയ അവഗണനയാണ് നേരിടുന്നതെന്നും ഭാരവാഹികൾ ആരോപിച്ചു. ഈ സ്ഥിതി തുടർന്നാൽ പട്ടയാവകാശ സംരക്ഷണ വേദി ശക്തമായ പ്രതിഷേധ പരിപാടികളിലേക്ക് കടക്കുമെന്നും മുന്നറിയിപ്പ് നൽകി. ന്യൂസ് ബ്യൂറോ, അടിമാലി.